നിരൂപകനും ചിത്രകാരനുമായ ജോൺ റസ്കിന്റെ വാക്കുകളിൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ തുടക്കവും ഒടുക്കവും പർവ്വതങ്ങളിലാണ്. റസ്കിന്റെ ഇംഗ്ലണ്ടിലായാലും നമ്മുടെ കൊച്ചു കേരളത്തിലായാലും എപ്പോഴെങ്കിലും ഒരു പടം വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മലനിരകളും അതിൽ നിന്നൊഴുകുന്ന പുഴയും പുഴക്കരയിലെ കുടിലും അസ്തമയ സൂര്യനുമെല്ലാം നമ്മുടെ ഭാവനയിൽ എത്തിച്ചേരും. നമ്മുടെ പ്രകൃതിയുടെ സ്വാഭാവിക ഭൂഘടനയ്ക്കും കാലാവസ്ഥയ്ക്കും ആവാസ വ്യവസ്ഥയ്ക്കും സംസ്കാരത്തിനു തന്നെ കാവലാണ് പർവ്വതങ്ങൾ. നമ്മുടെ ഭൂവിസ്തൃതിയുടെ കാൽഭാഗത്തോളം മലനിരകളാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ലോകത്ത് പല സ്ഥലങ്ങളിലായുള്ള പർവ്വതങ്ങൾക്ക് അതാത് ഭൂപ്രദേശത്തുള്ള പാരിസ്ഥിതികവും സാമൂഹികവുമായ സ്വാധീനം വളരെ വലുതാണ്. മഞ്ഞുപാളികൾ മുതൽ കൊടും മഴക്കാടുകൾ വരെയുള്ള ജൈവ വൈവിധ്യവും പേറിയാണ് ഇവ വാനം മുട്ടെ വളർന്നു നിൽക്കുന്നത്. ചെറു പ്രാണികൾ തുടങ്ങി കോടാനുകോടി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പർവ്വതങ്ങൾ. ഇത് ഭൂമിയിലെ ജീവമണ്ഡലങ്ങളുടെ സംരക്ഷണ മേഖലയുടെ പകുതിയിലേറെ വരും. ജീവികൾ മാത്രമല്ല, ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 12% പർവ്വതവാസികളാണ്. പുഴകളുടെ ഉത്ഭവസ്ഥാനമെന്ന നിലയ്ക്ക് ഭൂമിയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശുദ്ധജലം എത്തിക്കുന്നതും കാറ്റിന്റെ ഗതി നിയന്ത്രിച്ച് മഴ ലഭ്യമാക്കുന്നതുമെല്ലാം ഇതേ പർവ്വതങ്ങൾ തന്നെയാണ്. മനുഷ്യന് പർവ്വതങ്ങളോടുള്ള കടപ്പാടിന് ഇനിയും കാരണങ്ങളേറെയുണ്ട്. ഓരോരോ നാടിന്റെയും സാംസ്കാരിക പൈതൃകത്തെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നതിലും വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലും മലനിരകൾ വഹിച്ച പങ്ക് പ്രധാനമായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. പ്രകൃതി ഒരുക്കിയ കവചം പോലെ പർവ്വതങ്ങൾ പ്രതിരോധം തീർത്തതുകൊണ്ടാണ് പല യുദ്ധങ്ങളും തേരോട്ടങ്ങളും പാതി വഴിയിൽ നിലച്ചത്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പർവ്വതങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവർ തനത് സംസ്കാരത്തിന്റെയും പാരമ്പര്യ അറിവുകളുടെയും വക്താക്കൾ കൂടിയാണ്. സാഹസിക യാത്രക്കാരുടെ മുഖ്യ ആകർഷണമാണല്ലോ കൊടുമുടികൾ. ടൂറിസം മേഖലയിലെ ഈ സാധ്യതകൾ സാമ്പത്തികമായി വളരെയേറെ നേട്ടം നൽകുമെങ്കിലും പാരിസ്ഥിതികമായി ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പർവ്വതാരോഹകരുടെ എണ്ണം മുമ്പത്തേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഒപ്പം മലിനീകരണത്തിന് തോതും. ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മലനിരകളെയും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ട അനിവാര്യത ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനായി ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. ബ്രസീലിൽ 1992 നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് ആദ്യമായി പർവ്വതങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ച നടന്നത്. പാരിസ്ഥിതിക ലോല മേഖലകളുടെയും പർവ്വതങ്ങളുടെയും സുസ്ഥിര വികസനവും സംരക്ഷണവുമായിരുന്നു അന്നത്തെ പ്രധാന അജണ്ട. 2003 മുതലാണ് ഡിസംബർ 11 UN പൊതുസഭയുടെ ആഹ്വാനപ്രകാരം പർവ്വത ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്.